ലിച്ചൂസ് ടാരോ ഡബിൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഫെബ്രുവരി മന്തിലുള്ള ഒരു ഓവറോൾ എനർജി. അത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ്, കരിയർ ലൈഫിലൊക്കെ ഉള്ള നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ എനർജിയെ വരാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത്, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ, അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം. ചില വ്യക്തികൾക്ക് കരിയറിലെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കാം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്തതായിരിക്കാം. ചില ആളുകൾക്ക് ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് വേണോ വേണ്ടയോ, ഞാൻ ഏത് തീരുമാനം എടുക്കണം, അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിന്നിരുന്ന വ്യക്തികൾക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മറ്റാരുടെയും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ആ ഒരു ഇൻഫർമേഷൻ, അതായത് നിങ്ങൾ ഏത് കാര്യത്തിലേക്കാണോ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, ആ ഡിസിഷൻ എടുക്കാൻ വേണ്ട അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അത് പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടൊരു ചോയ്സ്, കുറെ അധികം ചോയ്സസ് ഉണ്ട്, അതിൽ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. ഏത് പാത്തിലൂടെ പോകും എന്നറിയാതെ, അതായത് ചില വ്യക്തികൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് വേണോ അത് വേണോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായി ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചില ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്ന കാര്യങ്ങൾ, അതായത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം, എവിടെ ആണെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ക്ലിയർ ആവുന്നതായിട്ട്, ആ മറിഞ്ഞിരുന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില ആളുകള് ഇവിടെ കുറെ കാലങ്ങളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ കാര്യമായൊരു വർക്ക് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, ആ ഒരു വിഷമത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടാതെ, അതായത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യമായിക്കോട്ടെ അതിൽ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാതെ മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. വളരെ നല്ല രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നിങ്ങൾ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ മനസ്സൊരു കൃത്യമായിട്ട് ഒരു പോയിന്റിൽ നിൽക്കുന്നില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക്, നമ്മൾ പറഞ്ഞു, അതിന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ തളർന്നു പോകരുതെന്നാണ് പറയാനുള്ളത്. ആ ഒരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തുടർന്നും ആ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾ അതിൽ പലരും ഇവിടെ കാണുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സക്സസ് ആവുന്നില്ല,
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സന്തോഷവും നിങ്ങളെ ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ എല്ലാ സന്തോഷവും അതാണ്. അത് ലഭിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് അത് തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേയിൽ കൂടെ തന്നെ പോയെങ്കിൽ മാത്രമേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന് കരുതി വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികള് ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് നമുക്ക് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വെറും കോൺഫിഡൻസും ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും സക്സസ് ആവില്ല. അതിനനുസരിച്ചുള്ള ഒരു വർക്ക് കൂടെ ചെയ്യണം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യാതെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ട് മാത്രം എന്റെ ലൈഫിൽ കാര്യങ്ങളെല്ലാം സക്സസ് ആവും എന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു അഡ്വൈസ് ആണിത്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾ അവിടെ വേണ്ട വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിലവിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരു ഫലം കണ്ടില്ല എന്ന് പറഞ്ഞ് തളർന്നു പോകരുത് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാത്തത് കൊണ്ട് വളരെ അറഗന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ മാറി പെട്ടെന്ന് എല്ലാവരോടും തട്ടിക്കയറുക, എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവത്തിലേക്കൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ട് ചില വ്യക്തികളൊക്കെ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളുടെ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തൊരു കാർഡ് നമുക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കാർഡും ജസ്റ്റിസ് കാർഡുമാണ് നമുക്ക് അടുത്തത് വന്നിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് ലഭിച്ചിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾ ചെയ്ത കർമ്മയ്ക്കുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൊന്നും തളർന്നു പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഹാർഡ് വർക്കിനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു കരുണ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു ലാസ്റ്റ് കോൾ എന്നുള്ള രീതിയിൽ ഒരു അവൈക്കനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീണ്ടും പറയാം, നിങ്ങൾക്കൊരു യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ റീബർത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഇത് മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറുന്നതായിട്ട്, ഒരു പുതിയ ഒരു ഫേസിലേക്ക് നിങ്ങളുടെ ലൈഫ് കടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നു. അതായത് കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചില വ്യക്തികള് ഇവിടെ സെൽഫ് കെയർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആഗ്രഹിച്ച ജോലിയിൽ എത്തിപ്പെടാതിരിക്കുക, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് എന്നിട്ടും ഒരു ലിസ്റ്റിൽ എത്താതെ, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ അതിൻ്റെതായ ഒരു വിഷമത്തിൽ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് നമുക്ക് വീണ്ടും പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ തളർന്ന് അവസാനിപ്പിച്ച് അത് അവിടെ ഇട്ടിട്ട് പോവരുത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനുള്ള ആ ഒരു ഫലം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതുപോലെ ചില വ്യക്തികളോട് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ കടം കൊടുക്കുമ്പോൾ ഒക്കെ ഒന്ന് വലിയ എമൗണ്ട് ഒക്കെ കടം കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ വലിയ എമൗണ്ട് ഒക്കെ കടം കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത്
തിരിച്ചു കിട്ടാൻ സാധ്യത ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് അത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സഡൻ ആയിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരം ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ ആകെ തകർന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ നമ്മളൊന്ന് പാനിക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ചിലപ്പോ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരുപക്ഷെ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടി വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിലവിലായിരിക്കുന്ന ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടു പോവേണ്ടതായിരിക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചേഞ്ച് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നീട് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ആ ചേഞ്ച് വരുമ്പോൾ അതിനെ ഒട്ടും തന്നെ പേടിക്കാതിരിക്കുക. ഓക്കെ, പേടിക്കാതിരിക്കുക, അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ട്രാപ്പിലായി പോവാൻ സാധ്യതയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ചില ഡിസാസ്റ്ററിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന സിറ്റുവേഷനൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. ചില വ്യക്തികളൊക്കെ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ അവരുടെ കരിയറിൽ, അവരുടെ ബിസിനസ്സിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റു ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഒരു പ്രത്യേക സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ ഒരു മാസ്റ്റർ ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ ഒരു മാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു ലഭിക്കുന്ന ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാസ്ക് ഒക്കെ വളരെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും അതിനുവേണ്ടി നിങ്ങൾ പതിവിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആയാലും ബിസിനസ് ആയാലും നിങ്ങളുടെ കരിയറിലായാലും ഇപ്പോൾ കുറച്ച് ഹാർഡ് വർക്കിന്റെ ടൈം ആയിട്ടാണ്. നിങ്ങൾ പതിവിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള ഫലം, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു വെൽത്ത് അല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു സക്സസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ കണ്ടീഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അവരുടെ ബിസിനസ്സിലൊക്കെ വളരെ നല്ലൊരു ലാഭം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുറേ കൂടെ നിങ്ങളുടെ ക്യാരക്ടറിലൊക്കെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇമോഷണലി കുറച്ച് ഡള്ളായിട്ടിരുന്ന വ്യക്തികൾ, അതൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു
കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻഡ് ആവാൻ, ഇമോഷണലിലൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ലൊരു ടൈം ആയിട്ടാണ് കാണുന്നത്. വളരെ നല്ലൊരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ജനറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സഹായം ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം എല്ലാം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾ മറ്റുള്ളവരോട് ഒരു എമ്പതി കാണിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങൾ കുറച്ചും കൂടെ ഇമോഷനിലേക്ക് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫെയിം ഉണ്ടാവുന്നതായിട്ട്, അതായത് അതിൽ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ അത് കുറച്ച് പബ്ലിക്കിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതായിട്ടും, അതുപോലെ യൂട്യൂബ് ചാനല്, അങ്ങനെയുള്ള ചാനല് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിലൊക്കെ ഒരു സക്സസ് കാണുന്നതായിട്ട് കാണുന്നു. അതായത് പബ്ലിക് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് അതിലൊരു വിജയം ലഭിക്കുന്നതായിട്ട്, അതായത് അവിടെ നിങ്ങൾ സക്സസ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക്കിന്റെ ഒരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നേരത്തെ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഒരു മാതൃകയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വിജയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതിനോടുകൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോ പല വ്യക്തികൾക്കും ഒരു നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു അത്രയധികം ഒരു ലാക്ക് ഓഫ് ഫെയ്ത്ത് ഒക്കെ ആയിരുന്നു, അത്രയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ധാരാളം ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികള്, ഒരു ഇന്നർ ചൈൽഡ് ഒന്നും ഹീലാവാതെ നിന്നിരുന്ന വ്യക്തികൾക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ബെറ്റർ ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെ എത്താൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് മാറുന്നതായിട്ട്, നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി വരുന്നതായിട്ട് കാണുന്നു. വീണ്ടും നിങ്ങൾക്ക് ഹാർഡ് വർക്കിന്റെ കൂടുതൽ കാർഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ളത്, വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്കിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈം തന്നെയാണ്. പക്ഷെ ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് തരുന്ന ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായിട്ട്, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാം ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു എഫിഷ്യൻസി നിങ്ങൾക്കുണ്ട്. അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതിലൂടെ തന്നെ വളരെ വീണ്ടും നമുക്കൊരു ട്രാൻസ്ഫോർമേഷന്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ റീബർത്ത്, നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, റീബർത്ത് വരുന്നു, ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ അതിൽ പാനിക് ആവാതിരിക്കുക. ആ കംഫർട്ട് സോണ് ബ്രേക്ക് ആവുന്നതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളൊക്കെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു സക്സസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങാത്ത ആളുകൾ അതിലേക്ക് എത്തുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പൊ നിങ്ങളിപ്പോ എത്ര തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയി നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും ആണ്. നിങ്ങളുടെ ജോലിയിൽ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ സ്റ്റേബിൾ ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഉറച്ച തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ
ആ തീരുമാനങ്ങൾ നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുന്നതാണ്, നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിൽ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നു, ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്കിന്റെ ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു സക്സസും നമുക്ക് അതിനനുസരിച്ച് വളരെ നല്ലൊരു കിങ് ഓഫ് പെന്റക്കിൾ എനർജിയും ക്യൂൻ ഓഫ് വാൺസ് എനർജിയും ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും നല്ലൊരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അതിനൊരു അവസരം അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കുന്ന വ്യക്തികൾ ഒട്ടും തന്നെ വിഷമിക്കാതിരിക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം.